So second question എടുക്കാം. 3 charges plus 2q plus 3q and minus 4q are situated at 0, -3a, 2a, 0 and minus 2a, 0 respectively in the xy plane. The resultant dipole moment about origin ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ചാർജുകൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം ആദ്യം. സോ 2q നിൽക്കുന്നത് എവിടെയാണ്? 2q എന്നുള്ള ചാർജ് നിൽക്കുന്നത് 0, -3a ആണ്. സോ ഇവിടെയാണ് 2q എന്നുള്ള ചാർജ് y ആക്സിലാണ്, അത് നെഗറ്റീവ് y ആക്സിലാണ് നിൽക്കുന്നത്. സോ ഇവിടേക്കുള്ള ദൂരമാണ് എന്ത്? 3a. അപ്പോൾ 0, -3a ആണ് ഈ പോയിന്റ്. രണ്ടാമത് ചാർജ് 3q ആണ്. 3q നിൽക്കുന്നത് 2a, 0 ആണ്, അത് xy ആക്സിലാണല്ലേ. സോ 3q എന്നുള്ള ചാർജ് നിൽക്കുന്നത് 2a, 0ലാണ്. മൂന്നാമത്തെ ചാർജ് നിൽക്കുന്നതോ? മൂന്നാമത്തെ ചാർജ് -4q ആണ്. -4q നിൽക്കുന്നത് -2a, 0 ആണ്. എബൌട്ട് ഒറിജിൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ കുറേ ചാർജുകളുണ്ട്. എബൌട്ട് ഒറിജിൻ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ്, അതായത് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എബൌട്ട് ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഈ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിഗ്മ q ഇൻറ്റു ആർ ആണ്. q എന്ന് പറഞ്ഞിരിക്കുന്ന ചാർജും r എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിലേക്ക് ഉണ്ടാകുന്ന പൊസിഷൻ വെക്ടറുമാണ്. സോ ഇവിടെ നോക്കുക, ഇവിടെ 3 ചാർജുകളുണ്ട്. സോ ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു, ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഫസ്റ്റ് ചാർജ് 2q ആണ് എടുക്കുന്നതെങ്കിൽ 2q ഇൻറ്റു അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ xi എന്ന സമയത്ത് x 0 ആണ്. y കോർഡിനേറ്റ് 3 -3. അപ്പോൾ -3a j ക്യാപ്പ് വരും. -3a j ക്യാപ്പ് പ്ലസ് രണ്ടാമത്തെ ചാർജ് ഏതാ? 3q ആണ്. 3q ഇൻറ്റു അതിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയാ? 2a i ക്യാപ്പ് വരും. പ്ലസ് മൂന്നാമത്തെ ചാർജ് -4q ആണ്. അതിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ നെഗറ്റീവ് എക്സ് കോർഡിനേറ്റ് ആണ്. y കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒറിജിൻ നിന്നുണ്ടാകുന്ന പൊസിഷൻ വെക്ടർ -2a i ക്യാപ്പ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു 2q ഇൻറ്റു -3a j ക്യാപ്പ് അല്ലേ. എല്ലാതൊന്നും 2qa എന്നുള്ള ടേം എന്ത് ചെയ്തിട്ടുണ്ട്? കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 2qa ഫോമിൽ എഴുതാം. ഇവിടെ 2qa ഇൻറ്റു നമുക്ക് എന്ത് വരും? -2qa ഇൻറ്റു -3j ഉണ്ട്. 2qa ഇൻറ്റു -3j പ്ലസ് ഇവിടെ 2qa ഇൻറ്റു 3i പ്ലസ് മൈനസും മൈനസും ഇവിടെ എന്തായി? മൈനസും മൈനസും ഇവിടെ പ്ലസ് ആയി. ദാറ്റ് വിൽ ഗിവ് 2qa ഇൻറ്റു 4i ക്യാപ്പ് വരും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എല്ലാത്തിനും 2qa കോമൺ ആക്കി എടുത്താൽ വി ഗെറ്റ് -3j പ്ലസ് 3i പ്ലസ് 4i എന്ന് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ 2qa കോമൺ ആക്കി എടുത്താൽ 3iയും 4i എത്രയാ? 7i ആണ്. 7i -3j വരും. 2qa ഇൻറ്റു 7i -3j ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ q ഇൻറ്റു a ആണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ കുറേ ചാർജുകൾ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന നെറ്റ് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ചാർജ് ഇൻറ്റു പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റിലെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചാൽ ചാർജ് ഇൻറ്റു ഓരോ ചാർജിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.